ആദർശ് നയനയോട് പ്രത്യേകതരമായ സോഫ്റ്റ് കോർണറും പ്രത്യേക ഒരു സ്നേഹമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നവ്യ ആദർശിനോട് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണക്കാരി ഞാനാ. നയന ഒന്നും അറിഞ്ഞിട്ടില്ല. അന്ന് ആദ്യം വീട്ടിലേക്ക് വന്നപ്പോഴും ആദർശിനെ വിവാഹം കഴിക്കാനായിരുന്നു എൻ്റെ പ്ലാനിങ്. അതറിഞ്ഞപ്പോൾ തന്നെ നയനെ നന്ദുവൊക്കെ ഒരുപാട് എതിർത്തതാ. പക്ഷേ ഒരു കോടീശ്വരനെ വിവാഹം കഴിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെയും എൻ്റെ അമ്മയുടെയും. അച്ഛനും ഒരിക്കലും സപ്പോർട്ട് തന്നിട്ടില്ല. ആദർശേട്ടനെ കണ്ടപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നും ഈ വീട്ടിൽ ഈ കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് അബി എൻ്റെ അടുത്തേക്ക് വന്നതും ഈ സ്ഥാപനമൊക്കെ നോക്കി നിർത്തുന്ന അബിയാണെന്നും ഇവിടുത്തെ MD അബിയാണെന്നും ആദർശേട്ടന് യാതൊരു വിലയില്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ പറഞ്ഞു പറ്റിച്ചത്. അങ്ങനെ പല സമയത്തും അബി എന്നെ കാണാനും വിളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ നൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്നിട്ടാണ് അവൻ ലാസ്റ്റിനെ ചതിച്ചത്. പക്ഷേ അന്നേ എന്നോട് നയന പറഞ്ഞതാ, ഈ വക ആവശ്യത്തെ പരിപാടിക്കൊന്നും പോകരുതെന്ന്. കുഞ്ഞുനാൾ തൊട്ടേ വീട് നോക്കിയതല്ല അവളാ. അവളുടെ പൈസയ്ക്കാ ഞാനും ജീവിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ അതെല്ലാം മറന്നിട്ടാ ഞാൻ അവളോട് ഇത്രയ്ക്കും ക്രൂരതയൊക്കെ ചെയ്തതെന്ന് ആദർശനോട് പറയുന്നുണ്ട്. നവ്യ പറയാണ്, എൻ്റെ അനിയത്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം അന്ന് ഞാൻ ഗർഭിണിയാണെന്ന് അവളോട് എല്ലാവരും മുമ്പിൽ വെച്ച് കള്ളത്തരം പറഞ്ഞതാ. എൻ്റെ ഒരു ഫ്രണ്ടാ എന്നെ വിവാഹം കഴിക്കാൻ വന്നത്. അവനെക്കൊണ്ട് ഞാൻ പറയിച്ചതാ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അങ്ങനെയെങ്കിലും ഇവിടെ കല്യാണം കഴിപ്പിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ആദർശനെ പല സമയത്തും നയന എന്നെ അബിയുടെ കാണിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്നോട് അബി പറയായിരുന്നു, ഒരു കാരണവശാലും ആദർശന് അറിയാൻ പാടില്ല. നയനെ കള്ളിയാക്കി പറയാം. നയനയ്ക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇഷ്ടമില്ല. വീട്ടിൽ നയന നവ്യേച്ചെ കെട്ടലെന്നും പറഞ്ഞ് പരതിഞ്ഞ് ഭർത്തിയേക്കുവാണെന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഞാൻ നയനോട് അത്രയ്ക്കും പെരുമാറിയെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. നവ്യ പറയാണ്, നയന പാവമാണ്. ആദർശിട്ടും വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ തവണ പോലും ഞാൻ ഗർഭിണിയല്ലെന്നുള്ള കാര്യം അവൾ അറിയുന്നത് എൻ്റെ കഴുത്തിലേക്ക് അവി താലി കിട്ടാൻ പോയ സമയത്താണ്. അപ്പോൾ എൻ്റെ കൂട്ടൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട്, ഇത് വലിയൊരു റിസ്ക്കാണ്, എത്രയും പെട്ടെന്ന് ആ സത്യമായില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടം ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞത് കേട്ടത് നയന ആ കാര്യം പറയാൻ വേണ്ടി ഓടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ആ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറയാൻ സാധിക്കാഞ്ഞ് അപ്പം തന്നെ അവൾ എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ എല്ലാവരും പറയാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ കയ്യെ പിടിച്ചിട്ട്, ഒരിക്കലും നീ ഇത് പറയരുത്, അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോട് ഇരിക്കില്ല എന്ന് ഞാൻ അവളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അവൾ എല്ലാവരോടും കള്ളത്തരം പറഞ്ഞത്. ആദർശനോട് അവൾ പല സമയത്തും പറയാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ തന്നെ അവളെ തടഞ്ഞ് എന്ന് നവ്യ പറയാണ്, ഇതിങ്ങനെയൊന്നും വരുമെന്ന് ഒരിക്കലും കരുതിയിട്ടുമില്ല. അതുകൊണ്ട് ആദർശേട്ടൻ അവളെ വെറുക്കരുത്. ഇപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി. എനിക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിമാരും മാത്രമേ ഉള്ളൂ. അബിക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമില്ല. അബിക്ക് വേറെ പല കോണ്ടാക്ട്സും ഉണ്ടെന്നൊക്കെ നവ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ നവ്യ തന്നെ ഇത്രയും കാലം കുറ്റം പറഞ്ഞ നവ്യ തന്നെ നയനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോഴും നവ്യയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം 100% ഷുവർ ആകുമ്പം ആദർശ് നയനോട് പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ രാവിലെ ആദർശ് ഇങ്ങനെ അവളെടുത്ത് കൊടുത്തുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് ആരെടുത്ത് തന്നാന്ന് ആദർശെന്ന് ദേവേനെ ചോദിക്കുമ്പോൾ നയനെടുത്ത് അമ്മേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ദേവേനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു സംസാരം കേട്ടപ്പോൾ നയന ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ആദർശ് ആ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ആദർശിന് ചായ കൊടുക്ക് എന്ന് ദേവേനെ ഉറക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയണ, വേണ്ടമ്മേ ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും ദേവേനെ ഓർക്കാണ്, ഇവനത് എന്ത് പറ്റി, എന്തിനാ അവൻ അവിടെ പോയി എടുത്ത് കുടിക്കാൻ പോകുന്നത്, അവള് കൊണ്ടുവരത്തില്ലേ, ഓ മഹാറാണി അടുത്തേക്ക് പോകണമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേവേനി മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പോയിട്ട്, എന്താ നയന ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അപ്പമൊക്കെ ഇരിപ്പുണ്ട് എന്ന് നയന പറയുന്നുണ്ട്. എനിക്കുള്ള ചായ തരാമെന്ന് ചോദിക്കുമ്പം അതിനെന്താ തരാമോ എന്നൊക്കെ ചോദിക്കുന്നത്, ഞാൻ എപ്പോഴും അടുക്കളയിൽ തന്നെയുണ്ട്, ആരോ നിന്ന് ചോദിച്ചാലും ഞാൻ കൊടുത്തല്ലേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചായ എടുത്ത് ആദർശിന് കൊടുക്കുന്നുണ്ട്. ആദർശ് പറയണം, നല്ല സൂപ്പർ ചായ ആയിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നിന്റെ കണ്ടൊരു ചായ കുടിച്ചാലുണ്ടല്ലോ അന്നത്തെ ദിവസം എനിക്ക് ഓക്കെയാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് ദേവേനായിട്ട് ആലോചിക്കുകയാണ്, ഇവന് എന്താ പറ്റിയേ, ഇനി മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണോ? അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കട്ടെ, മുത്തശ്ശനെ കുറച്ച് സമാധാനമാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയും പറയാണ്, നമ്മുടെ കൊച്ചുവൻ അഭിനയിച്ച് തകർക്കുവാണല്ലോ ഞങ്ങളുടെ സ്നേഹമുള്ള പോലെ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ശരിക്കും ആദർശിൻ്റെ മനസ്സിലെ സ്നേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല കേട്ടോ. നേരത്തെ അഭിനയിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അഭിനയമാണെന്നാണ് അവനും കരുതിയിരിക്കുന്നത്. അങ്ങനെ ആദർശ് കോഫിയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ പെട്ടെന്ന് അവളെ സഹായിക്കാനൊക്കെ ആയിട്ട് കയറുകയാണ്. എൻ്റെ ആദർശിട്ടായത് ഒന്ന് ഓഫീസിലൊന്നും പോകണ്ടേ, എല്ലാ ഫുഡും ഞാൻ കൊണ്ട് തരാം, ഇവിടെ മീനാക്ഷിച്ചും ജാനകിച്ചെറിയും ഒക്കെ ഉണ്ട്, ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവിടെ പോയിരിക്കാം, എനിക്ക് ദോശ ഇട്ടുകൊണ്ട് വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവളെ സഹായിക്കാനായിട്ട്. അങ്ങനെ ദോശയൊക്കെ കഴിച്ചു തരണം. നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് അതിനെ പറയാതിരിക്കാൻ വയ്യ, ഇത്രയ്ക്കും കൈപ്പുണ്യത്തോടു കൂടി ഞാൻ എങ്ങൊന്നും ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവൻ ഇങ്ങനെ അവനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. പക്ഷെ ദേവേനൊന്നും മൈൻഡ് പോലും ആദർശ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് ആദർശ്.
ഒരുങ്ങാനായിട്ട് നയനയും കൂടെ തന്നെ കയറി ചെല്ലുകയാണ്. എന്നിട്ട് നയനെ പറയാണ്, അതെ ആ പെർഫോമൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏത് പെർഫോമൻസ്? അല്ല ഇപ്പോൾ താഴെ വെച്ചൊരു പെർഫോമൻസ് നടത്തിയില്ലേ അത്? അല്ല, എല്ലാവരുടെ മുമ്പിൽ എന്നെ ഭയങ്കര സ്നേഹിക്കുന്നതും പുകഴ്ത്തുന്ന പോലെ കാണിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? സാരമില്ല, ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. പണ്ടൊരു സമയത്ത് നിങ്ങളുടെ സ്നേഹം സത്യാഗം ചെയ്തിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചതാണ്. പക്ഷെ ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല ആദർശേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയണം, നയന ഞാൻ അഭിനയിച്ചതൊന്നുമല്ല, നിന്റെ കോഫി നല്ലതായിരുന്നു, നീ ഉണ്ടാക്കിയ ഫുഡും നല്ലതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് കൈ ചൂണ്ടിട്ട് നയനെ പറയാണ്, ഇനി മേലാൽ ആവശ്യമില്ലാതെ എല്ലാവരും കാണിക്കാൻ വേണ്ടി എന്നെ സ്നേഹിക്കാനായിട്ട് വരണ്ട. എനിക്കത് പറ്റില്ല. എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കോമളയായിട്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ വന്ന് കെട്ടിപ്പിടിക്കാനും തോന്നുമ്പോൾ തള്ളിക്കളയാനും ഞാനെന്തായാലും കളിപ്പാവയാണ് നിങ്ങൾ കരുതിയോ? ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾ അതിനെ കെട്ടിപ്പിടിക്കും, ഉമ്മോക്കും, അതൊക്കെ ചെയ്യും. എന്നാൽ ഇഷ്ടമില്ലാത്തപ്പോഴോ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് വീട്ടിൽ ഇറക്കി വിടും. ഞാനെന്താ നിങ്ങളുടെ സെർവൻറ്റും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശ് പറയണം, നീയല്ലേ എപ്പോഴും പറഞ്ഞിട്ട് ഹോം നേഴ്സാണെന്ന്, പിന്നെ ഞാനായിട്ട് എന്നാ പറയാനാ എന്ന് ചോദിക്കുമ്പോഴേക്കും പറയാണ്, അപ്പോൾ അങ്ങനെ ആയില്ലേ മനസ്സിലിരിപ്പൊക്കെ, എങ്കിലേ അത് നിങ്ങളുടെ മനസ്സിലങ്ങിരുന്നാൽ മതി. ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം, അതായത് മുത്തശ്ശൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ താമസിക്കും. അതിനുശേഷം ഞാൻ ഈ വീട്ടിറങ്ങും. അതിനു മുമ്പ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്യും. കാരണം ഞാനൊന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, 3 നേരം ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള പണി ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു മുറി ഇതെനിക്കൊരു തടവറ തന്നെയാണ് എന്ന് പറയാണ്. ആദർശ് ചോദിക്കുകയാണ്, തടവറയോ? അതെ, എനിക്കിതൊരു തടവറ തന്നെയാണ്. ജയിലിനകത്ത് കിടക്കുന്നവരല്ലേ ഞാനിവിടെ ശ്വാസം മുട്ടി കിടക്കുന്നത്. അങ്ങോട്ട് നീങ്ങാനോ ഇങ്ങോട്ട് നീങ്ങാനോ പറ്റില്ല. എല്ലാം നിങ്ങളുടെ സാധനങ്ങൾ മാത്രം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫോട്ടോസ്, നിങ്ങളുടെ മുറി എല്ലാം നിങ്ങളുടേതല്ലേ, എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, നമ്മളെ ഭാര്യയും ഭർത്താവല്ലേ, അപ്പം ഒരു മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പേരെയും കൂടെ മുറിയല്ലേ, അങ്ങനെ സെപ്പറേറ്റ് മുറിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിലൊന്നും കഴിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ സ്റ്റോർ റൂമിലേക്ക് താമസം മാറുമെന്ന് പറയുമ്പോൾ, സ്റ്റോർ റൂമിലേക്കോ? അതെന്തിനാ അങ്ങോട്ട് പോന്നേ? അതൊക്കെയുണ്ട്, ഇവിടെ കിടന്നാൽ ശരിയാവില്ല എന്ന് പറയാണ്. അതെന്താ കാരണം? അതെങ്ങാണ് മുത്തശ്ശി അറിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയെന്ന് പറയാണ്. അപ്പം നയനെ പറയാണ്, അതുകൊണ്ട് മാത്രം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, മുത്തശ്ശൻ അസുഖം ഒന്ന് ഭേദമായിക്കോട്ടെ, അപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പറയാണ്, നയന നീ വിചാരിക്കുന്നവരൊന്നും അല്ല, ഇതിൻ്റെ അഭിനയൊന്നും അല്ല. നവ്യ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇന്നലെ വന്നിട്ട്. അപ്പോൾ പറഞ്ഞു, നീ അവള് തുടക്കം തൊട്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ അനുഭവിക്കുന്നത് നീയാണെന്നും ഇപ്പോഴും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും മറച്ചു വെച്ചതൊക്കെ അവൾ ആത്മഹത്യ ചെയ്ത് പറഞ്ഞുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവൾ എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ഇനി നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ആദർശേട്ടാ, ഇപ്പോഴല്ലേ എന്നെ വിശ്വാസം ആയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇപ്പം എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയുന്നുണ്ട്. സോറി ആദർശേട്ടാ, എനിക്ക് ആദർശേട്ടാനെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. കാരണം ഇത്രയും കാലം എന്നെ വിശ്വസിക്കാത്ത ഒരാളുടെ കൂടെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോയിക്കോളാം. നിങ്ങളുടെ അമ്മയ്ക്കും അത് തന്നെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ദേഷ്യപ്പെട്ടവർ ഇറങ്ങിപ്പോകുന്നുണ്ട്. ആദർശ് പറയാണ്, സ്നേഹിച്ചാലും കുഴപ്പമാണ്, സ്നേഹിച്ചില്ലേലും കുഴപ്പമാണ്, ഇവളടുത്ത് ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ എന്നിങ്ങനെ ആദർശിനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദേവേനെ ആലോചിക്കാണ്, പെങ്കുവാന്തൻ അവൾ പോയ പുറകെ പോയത് കണ്ടില്ലേ അവൻ എന്നൊക്കെ പറയാണ്. അങ്ങനെ ആദർശ് ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.